കനാലിൻ്റെ നേരെയാണ് എൻ്റെ വീട്. കനാലിൻ്റെ തൊട്ടടുത്താണ് കൊതുപൈപ്പ്. ആ പൈപ്പിൽ ഞാൻ വെള്ളം എടുക്കാൻ പോയപ്പോൾ എൻ്റെ കമ്മൽ കാണാതെ പോയി. അവിടെയൊക്കെ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. അവസാനം കനാലിലേക്ക് നോക്കി. കനാലിൽ നോക്കിയപ്പോൾ കനാലിൽ കിടക്കുന്നു. അന്ന് നല്ല തെളിഞ്ഞ വെള്ളം ആയതുകൊണ്ട് കമ്മൽ തെളിഞ്ഞ് കണ്ടില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന ടൈമിന് ഇങ്ങനെ ഓസ് കുത്തിയിട്ട് ഒരു കുഴിയായിരുന്നു. അതിൽ തുപ്പി തുപ്പി ഓസ് വലിച്ച് ആണ് പടത്തിലോട്ട് ഒഴിക്കണതും. പിന്നെ കുടിക്കാൻ ഇറക്കാൻ നേരത്ത് ഒരു ചരുവം ആ കുഴിയിൽ ഇറക്കി വെച്ച് ഓസ് വലിച്ചിട്ടിട്ട് ആ കുഴിയിൽ നിന്ന് മുക്കി കുടത്തിലോട്ട് ഒഴിച്ചിട്ട് അതാണ് കുടിക്കാൻ ഉപയോഗിക്കുന്നത്. ഈ തുപ്പിയ വെള്ളം പെരുമാറാൻ ഉപയോഗിക്കും. രാവിലെ മുതൽ ഞങ്ങൾ അയൽവാസികളെല്ലാവരും നല്ല സ്നേഹത്തിലാണ് കഴിയുന്നതെങ്കിലും 5 മണിക്ക് ഈ പൈപ്പിൻ്റെ തോട്ടിൽ വരുമ്പോൾ ഞങ്ങളെല്ലാവരും ബന്ധശത്രുക്കളാണ്. ഇടിയ വെള്ളത്തിൽ ആ പ്രദേശത്ത്, അതായത് തുരുത്തി മോസ്കോ, അവിടെ ഒരു പഴയ ഒരാളാണ് ഞാൻ. എൻ്റെ ചെറുപ്പം മുതൽ ഒരുവിധം പ്രായമാവുന്നവരെ എന്നെ കല്യാണം കഴിച്ച് ഒരുവിധം ഇതാവുന്നവരെ നല്ല വെള്ളങ്ങളുമായിരുന്നു. ഇപ്പോൾ ഒരു 3-4 വർഷങ്ങളായിട്ടാണ് അവിടെ ആ കനാലിൽ വരുന്ന വെള്ളങ്ങൾ ദൂഷ്യമായിട്ടുള്ള വെള്ളങ്ങളും. അത് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ആ വെള്ളത്തിൽ ആ കനാലിൽ ചാടി കുളിച്ചിട്ടുണ്ട്, നീന്തിയിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ മക്കൾ വളർന്നു വന്നപ്പോൾ അവരെ മക്കൾക്ക് ആ പുഴൻ്റെ അരികത്ത് പോലും വരാൻ പറ്റാത്തൊരു ഗതികേടാണ്. കാരണം മാലിന്യങ്ങൾ നടന്നിട്ടും അതുപോലെ തന്നെ അവിടെ പണിഞ്ഞ പാലങ്ങൾ എന്തോ ഒരു സംഭവം അവിടെ നിന്നിട്ടുണ്ട്, പൊളിഞ്ഞിട്ടുണ്ട്. ആ പുഴയിൽ നിന്നിട്ട് അനാവശ്യമായ വെള്ളങ്ങളാണ് അവർ വെള്ളം എടുക്കുന്ന ആളുകൾക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട്. ആ പൈപ്പിലേക്ക് വെള്ളം എടുക്കാൻ പറ്റണില്ല. ആ തോടിയിൽ നിന്ന് കയറുന്ന അഴുക്ക് വെള്ളവും കച്ചറ വെള്ളം അതുപോലെ മണക്കുന്ന വെള്ളം ഇങ്ങനെയൊക്കെയാണ്. ഒരു 3 വർഷമായിട്ടുള്ളൂ. നമ്മൾ കിണറ്റിലെ വെള്ളവും പിന്നെ ചാമ്പോയ്പിലെ വെള്ളമൊക്കെയാണ് ആ കാലഘട്ടത്തിൽ ആ പ്രദേശത്ത് മുഴുവനും കുടിച്ചിരുന്നത്. ഞാൻ 32 വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോൾ പൈപ്പിൽ നിന്ന് 4 കുടം വെച്ച് വെള്ളമാണ് കിട്ടുന്നത്. അത് പാതിരമ്പല് ഒരേ പാത്രങ്ങൾ ടേനനുസരിച്ച് വെക്കും. ആ പാത്രം ഓരോരുത്തരെ ടേനനുസരിച്ച് 4 കുടം വെച്ചാണ് ഞമ്മ വെള്ളം എടുക്കുന്നത്. എൻ്റെ മോള് സ്കൂളിൽ പഠിക്കണ. അപ്പം അതിൻ്റെ കഴുത്തിൽ ചെയിമാല ഉണ്ടായിരുന്നു. അപ്പം ആ മാല ട്യൂഷൻ വിട്ട് വന്നപ്പോൾ മാല കാണുന്നില്ല. ഞമ്മ വിചാരിച്ച് പുറത്ത് പോയിരിക്കും എന്ന് വിചാരിച്ച് അന്വേഷിച്ച് എല്ലാ സ്ഥലവും അന്വേഷിച്ച് കാണുന്നില്ല. പൊട്ടേന്ന് വെച്ച് നേരം വെളുത്ത് രാവിലെ എണീച്ചപ്പോൾ വീടിൻ്റെ തൊട്ട് തന്നെയാണ് ചെറിയ കാണ. ആ കാണയിൽ ഇങ്ങനെ തെളിഞ്ഞ് കിടക്കണം മാല. അത് നല്ല വെള്ളമായത്, നല്ല വെള്ളം, നല്ല ശുദ്ധമായ വെള്ളം തോട്ടിൽ അന്ന് വരുന്ന വെള്ളം തോട്ടില്ല. ഇന്നിപ്പോൾ ആ വെള്ളം ഒന്ന് വീണാലും കാണൂല, അത്ര അവസ്ഥയിലാണ് ഇപ്പോൾ ആ കാണയിലെ വെള്ളം. എൻ്റെ വീടിൻ്റെ അടുത്ത് കനാലുണ്ട്, CP തോട്. അവിടെ എൻ്റെ ചെറുപ്പത്തിൽ നല്ല വെള്ളമായിരുന്നു. ആ വെള്ളത്തിൽ എൻ്റെ ആങ്ങളെ കുളിക്കാനടുക്ക് ചാടി ഇറങ്ങിയാൽ പിന്നെ രാത്രിയാവും കയറണേ. എൻ്റെ ബാപ്പ അന്ന് വടിയായിട്ട് നിന്നാലേ അവൻ കയറുള്ളൂ. അങ്ങനത്തെ വെള്ളമായിരുന്നു. അപ്പോൾ ആ കനാല് ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല, അവിടെ നിൽക്കാൻ പറ്റില്ല. കൊതുകും കൊണ്ടും മണം കൊണ്ടും ഒന്നും അവിടെ ആ ദേശത്ത് പാർക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇപ്പം വീട്ടിൽ കണക്ഷൻ ഉണ്ട്, സ്വിച്ച് ഇട്ടാൽ വെള്ളം വരും, മോട്ടർ കറങ്ങുമ്പോൾ അതിൽ വെള്ളം വരും. പക്ഷെ വെള്ളത്തിന് എല്ലാം ഒരു കളർ മാറ്റവും ഇടക്ക് മണവും. അത് കാരണം ഇൻഫെക്ഷൻ, യൂറിൻ ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ജീവിതത്തിനനുസരിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഓര് വെള്ളം കിട്ടി, വെയിൽ ഭാഗത്ത് വെള്ളം കിട്ടാറില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹലോ, ഹായ്. ഇതെന്റെ വീടാണ്. എൻ്റെ വീട്ടിലെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം. 1, 2, 3, 4
5 6 7 8 9 10 ഫോട്ടോ. ഇതെന്റെ അനുജത്തിയാണ്, ഇതെന്റെ ഉമ്മയാണ്, ഇതെന്റെ വാപ്പയാണ്. എൻ്റെ അനുജത്തി ഞാനും ഫ്രണ്ട്സിനെ പോലെയാണ്. എൻ്റെ ഉമ്മ പാവമാണ്, എൻ്റെ ഉമ്മയാണ് എല്ലാ ജോലിയും ചെയ്യുന്നത്. വാപ്പ ഇതാണ്. വാപ്പ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, എങ്കിലും നമ്മളോട് നല്ല സ്നേഹമാണ്. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. 1 2 3 4 5 6 7 8 9 10 ഫോട്ടോ. ഇതെന്റെ ഉമ്മയാണ്. ഉമ്മ വീട്ടിലെ എല്ലാ പണികളൊക്കെ എടുക്കും, നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും. ഇതിന്റെ ഉപ്പയുടെ ഉപ്പ പാവാണ്, എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞങ്ങളെ ടൂർ കൊണ്ടുപോയി നല്ല സ്നേഹത്തോടെ കഴിയുന്ന കുടുംബമാണ്. 1 2 3 4 5 6 7 8 9 10 ഫോട്ടോ. ഇതെന്റെ വാപ്പയാണ്, ഇതെന്റെ ഉമ്മയാണ്. ഞാനൊരു മോളേ ഉള്ളൂ. ഇതെന്റെ മോളാണ്, നഴ്സറി കുട്ടിയാണ്, നഴ്സറി പോവുകയാണ്. പറഞ്ഞാലൊന്നും അനുസരിക്കൂല. പാപ്പ നല്ലതാണ്, ജോലിക്കൊക്കെ പോകും, കുഴപ്പമൊന്നുമില്ല. ഉമ്മയും ജോലിയൊക്കെ ചെയ്യും, അടുക്കള ജോലിയൊക്കെ ഉമ്മ നല്ലപോലെ ചെയ്യാറുണ്ട്. നമുക്ക് നല്ലോണം ഭക്ഷണമൊക്കെ തരും ഉമ്മയാണ്. 1 2 3 4 5 6 7 8 9 10 ഫോട്ടോ. எனக்கு உமா வாப்பா உண்டு, 2 அணியத்திமாருண்டு. உமா வாப்பா நல்லா நோக்கணும், அணியத்தி ஃப்ரெண்டாயிட்டு இருக்கோம். വെള്ളം. വെള്ളത്തിന് പ്രശ്നം ബുദ്ധിമുട്ടാണ്. വെള്ളം കൊണ്ടില്ല, ദാഹിക്കുന്നു, വെള്ളം ദാഹിക്കുന്നു.
ഞാൻ പറഞ്ഞിടാ നോക്കട്ടെ. ഇതില് വെള്ളം പറഞ്ഞില്ലല്ലോ ഇപ്പല്ലേ പറ്റി. എല്ലാ കാലിയായിട്ടുണ്ട് ഇതൊക്കെ പാല്. നല്ലെവിടെയാണ് തന്നന്നം താനന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോലിലാടി ഒന്നിച്ച് രണ്ടോമൽ കിളികൾ ഒന്നാനാം കുഞ്ഞിന്റെ ഓമനകൾ കാടിന്റെ കുഞ്ഞിണികൾ തന്നന്നം താനന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോലിലാടി ഒന്നിച്ച് രണ്ടോമൽ കിളികൾ അയ്യോ പാടിക്ക ഈ പാട്ടേ പാടിക്കാം നന്നായിട്ടാണ് ചന്ദന താളം പണ്ട് 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 അങ്ങനെ തന്നെ പണ്ട് 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 അങ്ങനെ തന്നെ ഇനി വരും കാലം തന്നെ ഇനി വരും കാലം അങ്ങനെ തന്നെ പണ്ട് 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 അങ്ങനെ തന്നെ ഇനി വരും കാലം അങ്ങനെ തന്നെ ഇനി വരും കാലം അങ്ങനെ തന്നെ പണ്ട് അങ്ങനെ തന്നെ ഇനി വരും കാലം അങ്ങനെ തന്നെ മരങ്ങൾ പൂത്തുരിട്ടും പടം കൊള്ളുമ്പോൾ ഒരു പാട്ട് പാടണം മാറ്റണം വെണ്ണിലാവ് കാട്ടണം എന്നും എൻ്റെ പെങ്കിനാക്കൾ പങ്കുവെക്കണം പണ്ട് 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 ഞങ്ങളുടെ നാളെയാ ഒരു പാട്ട് പാടാൻ അറിയാത്ത കിളിയേ ഒരു പാട്ട് പാടാൻ അറിയാത്ത കിളിയേ. Eleven, I'll introduce each and everyone. Nadira, Kaulat, Aisha Bibi, Rahmat, Swara KM, Swara Parikuti, Swara VK, Saida,
Nabisa, Noor Jahan, Khadija. Thank you everyone for your time to see this initial performance of our Kalvati project. It's been like till the way she was also explaining. It's been a great experience, like I've been working with a team from Kalvati region, and as we all know, this has been one of the important issues that Uru and IATEV has been addressing since we did a survey in 2016 with Urban Design Collective. That time, we had come up with a project like, let's go back to the promises. So this is actually a first major initiative, like, which is supported by HLU, is one of the important institutions here. And we've also been getting supports from many other institutions so far. And we've been getting great support as an institution. I would like to, invite Agarwal uncle forward. So I would like Agarwal uncle to give some sweets to some of the, the participants. Till they just come forward. It's being, the way till they handled, because it is in their life, it is the first performance. I really need to say a very huge thank you to all these wonderful ladies. And we have Parvati and Anchi. They have been helping me day and night to translate. So we got all the stories from the women. It's been a pleasure for us to also support this project, which is also Indian cultural collaboration across communication, across languages, distances and borders is good enough. That's an achievement in itself. And then putting shape to all this is a fantastic achievement